ഇപ്പോഴും ആ വോയിസ് കേൾക്കുമ്പോൾ എന്തോ ദൈവം വന്ന് വിളിച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും വലിയൊരു ഫാനാണ് ഞാൻ. ഞാനൊരാവണി തിന്നലായി മാറി ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തിന്നലായി മാറി. ഏജ് കൂടുന്ന പോലെ പിച്ചും കൂടുന്നുണ്ടായിരുന്നു. ആദ്യം ബീല് പാടി, പിന്നെ സീല് പാടി, പിന്നെ സി ഷാർപ്പ് പാടി. അങ്ങനെ ആ നിമിഷത്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ എല്ലാ സ്ഥലത്തും എന്നുവെച്ചാൽ ആ പാട്ട് പാടിയാൽ ഒരു ബെഞ്ച് മാർക്കാണ് ആ പാട്ട്. എന്നെ ഇത്രയും കാലം സ്നേഹിച്ച എല്ലാവരും ഭയങ്കര പേഴ്സണലായിട്ടാണ് ആ വിന്നെ കണ്ടത്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ വിന്നറായി എന്നുള്ള പോസ്റ്റിനൊക്കെ ഉള്ള കമൻസ് എല്ലാവരും അത്രയ്ക്കും അവരെ വീട്ടിലുള്ളൊരു കുട്ടീനെ പോലെയാണ് കാണുന്നത്. മധുമൊഴിരാതെ നിന്നെ തേടി അലയുകയാണൊരു മാധവ ജന്മം അറിയുകയായി അവനീ ഹൃദയം അരുണ സിന്ദൂരമായി കുതിരും മൗനം. സി കേരളത്തെ പാട്ടുകൾ സാറ് കാണാറുണ്ട്. ഓരോ പാട്ടിനെയും പറ്റി എന്നോട് പറഞ്ഞു. ആനന്ദ നടനം എന്നുള്ള പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു, സാറ് എഴുതിയതാണ്. അതിനെപ്പറ്റി പറഞ്ഞു, സാറ് പാട്ടുകൾ കേൾക്കാറുണ്ട്, ഇഷ്ടമാണ്, ആരാധകനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് തന്നെയായിരുന്നു. കോളേജിൽ അന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും അതെ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ. യാരുമില്ലാത്ത നീ അരങ്ങിൽ ഒരു കുരൽ പോലെ നീ எனக்குள்ளே எங்கோ இருந்த நீ என்னை இசைக்கிறாய் இப்படிக்க உன் இதயம் என்ன சொல்வேன் இதயத்திடம் உந்தன் தினமும் தேடும் என் பேச்சை கேட்காமல் உன்னை தேடும் யாருமில்லாத நீ அரங்கில் ஒரு குரல் പോലെ നീ எனக்குள்ளே എങ്കോ ഇരുന്ന് നീ എന്നെ ഇസൈക്கிறாய் இப்படிக்க உன் இதயம். ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ എം ജെ സാറിന്റെ അടുത്തുനിന്നും അതുപോലെ തന്നെ എം ജി സാറിന്റെ അടുത്തുനിന്നൊക്കെ ഒരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, അതെന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ? എനിക്ക് ഇപ്പോൾ കുറേ പാട്ടുകളുണ്ട്, എന്നാലും ഫസ്റ്റ് ഓർമ്മ വരുന്നത് എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. ഫൈനൽ ഓഡീഷൻ കഴിഞ്ഞിട്ടുള്ള, ഫൈനൽ ഓഡീഷനിലും നല്ല കമൻസ് തന്നെയായിരുന്നു. പക്ഷേ ഫസ്റ്റ് പെർഫോമൻസിൽ ഞാൻ ഒന്നാമത് ചെറിയ കുട്ടിയായതുകൊണ്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് അങ്ങ് പോയി പാടിയതാണ്. പക്ഷേ പാടിക്കഴിഞ്ഞപ്പോൾ ജഡ്ജസ് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എം ജി സാറൊക്കെ അന്ന് പറഞ്ഞ കമൻറ്റൊക്കെ ഇപ്പം കേൾക്കുമ്പോഴാണ് ശരിക്കും അമ്പോ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അന്ന് ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുന്നത്. അങ്ങനെ അന്ന് കിട്ടിയ കമൻസൊക്കെ ഭയങ്കരമായിരുന്നു. പിന്നെ ആ പാട്ട് മാത്രമല്ല, കുറേ പാട്ടിന് പ്രത്യേകിച്ച് എം ജി സാറാണെങ്കിൽ സുബ്ബു എന്ന് പേരിട്ടത്. അത് ഇപ്പോഴും എന്നെ ആൾക്കാർ അങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കാറുണ്ട്. പിന്നെ എം ജി സാറായാലും ദീപക് സാറായാലും മധു സാറ് എല്ലാവരും ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് പെർഫോമൻസ് തന്നെ ഗോൾഡൻ ക്രൗൺ ആയിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞു, ഞാൻ പുറത്ത് വന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്താ സംഭവം, ഗോൾഡൻ ക്രൗൺ ഫസ്റ്റ് പെർഫോമൻസിൽ തന്നെ. പിന്നെ അങ്ങോട്ടും കുറേ ഗോൾഡൻ ക്രൗൺ കിട്ടി. പിന്നെ ആൾക്കാർ തന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചോദിക്കും, ഇത്രയും ഗോൾഡൻ ക്രൗൺ ഒക്കെ കിട്ടിയില്ലേ, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ആ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കാണും. ഇപ്പോഴും ആൾക്കാർ അത് പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷം. അപ്പൊ നമുക്കിനി വീണ്ടും ഒരു പാട്ടാവാം അല്ലേ? ദേവനന്ദയ്ക്ക് ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ എപ്പോഴും റിപ്പീറ്റഡ്ലി കേൾക്കുന്ന കുറെ സോങ്സ് ഉണ്ടാവുമല്ലോ, അത് ഇപ്പൊ ഹിന്ദി ആയിരിക്കാം, തമിഴായിരിക്കാം, മലയാളം ആയിരിക്കാം, അങ്ങനെ ഏതൊരു സോങ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ പാടാൻ പറ്റുക? റിപ്പീറ്റഡ്ലി കോളേജിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പുതിയ പാട്ടുകളാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. കോളേജിൽ കാർമുകിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഞാൻ എപ്പോഴും റിപ്പീറ്റഡ്ലി പാടുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഗാനമേളയൊക്കെ വരികയാണെങ്കിൽ ആ നിമിഷം, ജാനകിയമ്മേൻ്റെ താനേ തിരിഞ്ഞും മറിഞ്ഞും, അങ്ങനത്തെ കുറച്ച് സോങ്സ് അവിടെയൊക്കെ റിപ്പീറ്റഡ്ലി പാടുന്നത്. അതിലിപ്പോൾ ഏതാ പാടണ്ടേ? കോളേജിലെ ഫ്രണ്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം, നമുക്ക് ഒരു പാട്ട് പാടാം. കാർമുകിലി പിടഞ്ഞുളരും തുലാമിന്നലായി നീ
നിമിഷമെന്തോ കാത്തിരുന്നു അലസമേതോ മൗനമാർന്നു വിവശലോലൻ കാത്തിരുന്നു അലസമേതോ മൗനമായി പറയാതറിഞ്ഞു നാം പാതിരയോ പകലായി മുള്ളുകളോ മലരായി പ്രിയമുഖമായി നദിയിൽ നീന്തിയലയും മിഴികൾ. അടിപൊളിയായിട്ടുണ്ട് പാട്ട്. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് സിംഗറിൽ നിന്ന് ആ ഒരു 11-15 വയസ്സിൽ നിന്ന് ഈ ഒരു 18 വയസ്സിലേക്ക് വന്നപ്പോ സരിഗമപ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. അപ്പൊ ആ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് കുറച്ച് മെച്ചുവേർഡ് വോയിസിലേക്ക് വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ചേഞ്ച്? എനിക്ക് ടോപ്പ് സിംഗറിൽ വന്നതിന് ശേഷം പിന്നെ ഒരു +1 +2 ഞാൻ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനുള്ള രീതിയിൽ പിന്നെ വേറെ ഷോസിലൊന്നും പോയില്ല. പിന്നെ അങ്ങനെ ജൂനിയർ ആയിട്ടല്ലേ ടോപ്പ് സിംഗറിൽ വന്നത്. ഒരു സീനിയർ ആയിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും, പിന്നെ എന്താണ് പാട്ടൊക്കെ പാടുമ്പോൾ വോയിസ് ചേഞ്ചായി, ഫേസ് ചേഞ്ചായി, എല്ലാം ചേഞ്ചായി. അപ്പം അങ്ങനെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വരുമ്പം എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സരിഗമപ്പയിലേക്ക് എത്തുന്നത്. പക്ഷെ അതും ആൾക്കാർ നല്ലോണം അക്സെപ്റ്റ് ചെയ്തു എല്ലാവർക്കും. പക്ഷെ എല്ലാവർക്കും ടോപ്പ് സിംഗർ ഓർമ്മ ഉണ്ട്, ആ ഒരു റെഫറൻസിലാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാവരും കമൻസ് മെയിനായിട്ട് അതാണ്, അയ്യോ ആകെ മാറിപ്പോയല്ലോ, മുഖം മാറി, ശബ്ദം മാറി. അങ്ങനെ ആ ഒരു ചേഞ്ച് ശരിക്കും ഒന്ന് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു സരിഗമപ്പയിൽ പോയതും. അങ്ങനെ അവിടെ ഇപ്പോൾ സെറ്റിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഒക്കെ നേരത്തെ അറിയാം. പിന്നെ തേജസ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും ചെറുപ്പത്തിൽ കണ്ടതായതുകൊണ്ട് പെട്ടെന്ന് സീനിയറായിട്ട് കാണുമ്പം എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണേ. പക്ഷെ എല്ലാവരും നല്ല അക്സെപ്റ്റ് ചെയ്തു, എല്ലാവർക്കും ഭയങ്കര പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതായത് എനിക്ക് തോന്നുന്നു ആ സീസണിൽ സുജാത ചേച്ചിയൊക്കെ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് കണ്ടസ്റ്റൻസിനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്വീറ്റ് ആയിരുന്നു. സുജാത ചേച്ചിയുടെ കൂടെയുള്ള ഒരു മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ, നമ്മളൊരു പാട്ട് പാടിയ സമയത്ത് സുജാത ചേച്ചിയുടെ ഒരു സംസാരം തന്നെ ഭയങ്കര സ്വീറ്റ് ആണ്, ക്യാരക്ടർ തന്നെ. അപ്പൊ സുജാത ചേച്ചിയുടെ കൂടെയുള്ള ഒരു മൊമെന്റ് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ? എനിക്ക് ഇത്രയും കാലമായിട്ട് സുജാത ചേച്ചിനെ എനിക്ക് സംസാരിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല. ടോപ്പ് സിംഗറിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്നെന്താ ഞാൻ ഷൂട്ടിനില്ലായിരുന്നു, അങ്ങനെ എന്തോ. അപ്പോൾ കാണാൻ പറ്റിയില്ല, സംസാരിക്കാനൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് അതായിരുന്നു ഏറ്റവും എക്സൈറ്റ്മെൻറ്റ്, സുജാത ചേച്ചിനെ എങ്ങനെയൊന്ന് കാണണം, സംസാരിക്കണം, മുന്നിൽ പാട്ട് പാടണം എന്നല്ലേ. അങ്ങനെ പാട്ട് പാടി സുജാത ചേച്ചിക്ക് ഒന്നാമത് ആ നിമിഷം എന്നുള്ള പാട്ടിൻ്റെ കമൻസൊക്കെ ഞാൻ ഇപ്പോഴും എടുത്തിങ്ങനെ കാണും. ഭയങ്കര എന്താണ് അത് കേട്ടാൽ മതി നമുക്ക് ആ നിമിഷത്തിൽ സുജാത ചേച്ചി പാടുമ്പോൾ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട്, അതിലുണ്ട് ജഡ്ജ്മെൻറ്റ് തന്നെ. അപ്പോൾ ഭയങ്കര സ്വീറ്റാണ്. ഇപ്പോൾ പുറത്തുനിന്ന് കണ്ടാലും ഓരോ കാര്യം, ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ഓർത്ത് നമ്മളോട് ഇങ്ങനെ പറയും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ മോഹനങ്കളും അതെ, രണ്ടുപേരും ഓരോ പാട്ട് പാടിക്കഴിഞ്ഞാലൊക്കെ വന്ന് സംസാരിക്കും. രണ്ടുപേരും ഭയങ്കര സ്വീറ്റാണ്. ഭയങ്കര ബ്ലെസ്സിങ് ആണ് എനിക്ക് സുജാത ചേച്ചീനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളത്. കുറേ നല്ല കമൻസും കിട്ടി. അങ്ങനെ ഇപ്പോഴും മെസ്സേജൊക്കെ അയക്കാറുണ്ട്. കൈതപ്രം സാറ് വന്നപ്പോഴൊക്കെ വെരി ഗുഡ് കണ്ണു എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സുജാത ചേച്ചിയുടെ ഒരു പാട്ട് നമുക്ക് പാടിയാലോ? கடவுளில்லை என்றேன் தாயை காணும் வரை, கனவு இல்லை என்றேன் ஆசை தோன்றும் வரை, காதல் பொய் என்று சொன்னேன் உன்னை காணும் வரை, கவிதை வரியின் சுவை அர்த்தம் புரியும் வரை, கங்கை நீரின் சுவை கடலில் சேரும் வரை, காதல் சுவை ஒன்றுதானே காற்று வீசும் வரை, நேற்று இல்லாத மாற்றம் என்னது, காற்று என் காதில் ஏதோ சொன்னது, இதுதான் காதல் என்பதா, இளமை பொங்கி விட்டதா, இதயம் சிந்தி விட்டதா, சொல் மனமே. ദേവുട്ടി, സുജാത ചേച്ചി കൊടുത്ത ആ ഒരു സ്വീറ്റ്നെസ് തന്നെ എനിക്ക് കേൾക്കാൻ പറ്റി. ദേവുട്ടിയുടെ വോയിസിൽ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തല്ലോ, ആ സമയത്ത് നമുക്ക് ചില സമയത്ത് നമുക്ക്
ഏതെങ്കിലും പാട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ വരി മറന്നു പോകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെല്ലുവിളി തന്നിട്ടുള്ള ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സരിഗമപ്പയില് സരിഗമപ്പയിൽ സരിഗമപ്പയില് അങ്ങനെ നിന്ന് പോവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ, ഇല്ലല്ല, അങ്ങനെ സരിഗമപ്പയിൽ അങ്ങനെ ഉണ്ടായി. ഒന്നാമത് ഒരു എത്ര പാട്ടാ പാടിയ, 15 പാട്ടാണ് അതിൽ പാടിയത്. അപ്പൊ ഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സരിഗമപ്പയിൽ. ഇല്ല അല്ലേ? അപ്പൊ ടോപ്പ് സിംഗറിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ടോപ്പ് സിംഗറിൽ ഉണ്ടായിട്ടുണ്ട്. 2 വർഷമുള്ളതുകൊണ്ട് ഏതോ 2 പാട്ടില്, ഒന്ന് ചെമ്പക മലരുളി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, പിന്നെ കായൽ കരയിൽ, ആ പാട്ടിലും ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഇട്ട് ഒന്ന് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ അങ്ങനെ അതിൽ 2 പാട്ട് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ആളുകൾ മറന്നു പോകും. അപ്പൊ എനിക്ക് തന്നെ ഓർമ്മല്ലേ ഏത് പാട്ടാ. പിന്നെ അതുപോലെ ഇപ്പൊ ജാനകിയമ്മയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ നമ്മള് ഈ പാട്ട് പഠിക്കുന്ന ഒരു തുടക്ക കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സിംഗർ, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു മെയിൽ സിംഗർ ആയിരിക്കാം, ഫീമെയിൽ സിംഗർ ആയിരിക്കാം, നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പൊ എ റഹ്മാന്റെ സോങ്സ് നമ്മൾ പറയാറുണ്ട്, ഇളയരാജ സാറിന്റെ സോങ്സ് പറയും. അങ്ങനെ ഒരു എപ്പോഴും ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സിംഗർ അല്ലെങ്കിൽ ഫീമെയിൽ സിംഗർ, മെയിൽ സിംഗർ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ജാനകിയമ്മ ഓഫ്കോഴ്സ് ഫസ്റ്റ് തന്നെ എൻ്റെ ഏറ്റവും വലിയ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത സിംഗറാണ് ജാനകിയമ്മ. പിന്നെ കുറച്ച് എന്താണ്, ഇപ്പോൾ 18 വയസ്സൊക്കെ ആയപ്പം നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പം ശ്വേത ചേച്ചീൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ പാട്ട് പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ കമൻറ്റ് ചെയ്യും, ശ്വേത ചേച്ചീൻ്റെ പാട്ട് പാടുമ്പോൾ കുറച്ച് ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എങ്ങനെയെങ്കിലും കാണണം, സംസാരിക്കണം, ആ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സരിഗമപ്പയിൽ വന്നപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞു, ശ്വേത ചേച്ചീനെ ഭയങ്കര ഫാനാണ് ഞാൻ, എങ്ങനെയെങ്കിലും ഒന്ന് കാണണം, ശ്വേത ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ നെക്സ്റ്റ് എപ്പിസോഡിന് ശ്വേത ചേച്ചി ഗസ്റ്റായിട്ട് വന്നു. അപ്പോൾ ഞാൻ കണ്ടു, ഞാൻ ഹഗ് ചെയ്തു. പിന്നെ ശ്വേത ചേച്ചീൻ്റെ കൂടെ ശ്വേത ചേച്ചി പാടിയൊരു യാരുമില്ല തനിയിറങ്ങിൽ എന്ന് പറഞ്ഞൊരു പാട്ട് കൂടെ പാടാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഭയങ്കര, എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ 2 ഐഡലിനെയും എനിക്ക് സംസാരിക്കാൻ പറ്റി അവരോട്. അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ 2 പേരാണ് എനിക്ക്. കുറേ പേരുണ്ട്, എന്നാലും പറയുകയാണെങ്കിൽ കൂടുതലും അല്ലേ. പിന്നെ എല്ലാവരും പാട്ടും കേൾക്കും. അങ്ങനെ ചിത്ര ചേച്ചി, സുജാ ചേച്ചി, എല്ലാവരും ഇഷ്ടമാണ്. അപ്പൊ ശ്വേത ചേച്ചിയുടെ കൂടെ പാടിയ പാട്ടൊന്നും പാടിയാലോ? யாருமில்லாத நீ அரங்கில் ஒரு குரல் போல நீ எனக்குள்ளே எங்கோ இருந்த நீ என்னை இசைக்கிறாய், இப்படிக்க உன் இதயம் என்ன சொல்வேன் இதயத்திடம், உந்தன் தினமும் தேடும் என் பேச்சை கேட்காமல் உன்னை தேடும். ஒரு குரல் போலே நீ எனக்குள்ளே எங்கோ இருந்த நீ என்னை இசைக்கிறாய், இப்படிக்க உன் இதயம். എനിക്ക് കേട്ടിട്ട് സത്യം പറഞ്ഞ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് ദേവനന്ദയുടെ. താങ്ക് യു, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ഒരു സരിഗമപ്പയില് ഫൈനൽ സ്റ്റേജിൽ വന്ന സമയത്ത്, ആ ഒരു സമയത്ത് ആ ഒരു പാട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം വിജയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? എങ്ങനെയെങ്കിലും ഫിനാലയിൽ എത്തണം എന്നുണ്ടായിരുന്നു. ഫിനാലെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ റിസൾട്ട് എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഹരിമുരളീരവൻ പാടിക്കഴിഞ്ഞ് ഫസ്റ്റ് ഞാനായിരുന്നു പാടിയത്. അപ്പോൾ അങ്ങനെ പാടിക്കഴിഞ്ഞപ്പോൾ ജഡ്ജസ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം. അതൊക്കെ ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാനാവുമോ എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, കാരണം 2ാമത്തെ പാട്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കി എല്ലാവരും, ഞാൻ ഫസ്റ്റ് പാടിയതുകൊണ്ട് ബാക്കി എല്ലാവരും പാട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, ബാക്കി എല്ലാവരും അസലായിട്ട് പാടി. അപ്പോൾ പിന്നെ ഒരു ഫസ്റ്റോ സെക്കൻഡോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് സോങ്ങും പാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്ന എന്തായാലും ഇത് തന്നെയാണ്. നല്ല ഉള്ളിൽ ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ടെൻഷന്റെ കാര്യം പറയായിരുന്നു, ടെൻഷൻ ഉണ്ട് എന്നുള്ളത് ഞാനൊന്ന് അന്വേഷിച്ച സമയത്ത് അറിഞ്ഞിരുന്നു. എല്ലാ സമയത്തും ഒരു ടെൻഷൻ കയറി വരുന്നുണ്ട്. അതിന്റെ റിസൾട്ട് പറയുമ്പം ടെൻഷൻ അങ്ങനെയില്ല, ഒരു എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റ് പ്ലസ് ഒരു നെർവസ്, ആ ഒരു സംഭവം അല്ലേ. എനിക്കല്ലേ. പിന്നെ ഫസ്റ്റ് ഓർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ നിർത്തിയപ്പോൾ
അപ്പൊ എനിക്ക് മനസ്സിലായി ഞാനായിരിക്കും. അതെ. കിട്ടിക്കഴിഞ്ഞപ്പോ ഭയങ്കര എനിക്ക് ഭയങ്കര ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയായിരുന്നു. ഉണ്ടായിരുന്നില്ല. ആ ഒരു നിമിഷത്തില് മനസ്സിൽ വന്നത് എന്തായിരുന്നു? ആ ഒരു പാടാൻ കയറുന്ന സമയത്ത് ആ സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? റിസൾട്ട് പറഞ്ഞപ്പോ റിസൾട്ട് പറഞ്ഞപ്പോ എൻ്റെ ഇത്രയും കാലത്തെ ജേണിയാണ് എനിക്ക് ഓർമ്മ വന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്നൊക്കെ പറയില്ല. അപ്പൊ എന്നെ ഇത്രയും കാലം എന്നെ ഹെൽപ്പ് ചെയ്ത് എല്ലാവരെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ, ഫാമിലി, ചേച്ചി, എല്ലാവരും ആ ഒരു ജേണിയാണ് എനിക്ക് ഓർമ്മ. കാരണം കുറേ വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ഹാർഡ് വർക്കിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ട്. ആ ഒരു സംഭവമാണ് മനസ്സിലായത്. അതല്ലേ. പിന്നെ എനിക്ക് കുറെ കാലമായിട്ടുള്ള സംശയമാണ്, ഈ പാട്ട് പാടുന്ന ആൾക്കാർ എപ്പോഴും ഇങ്ങനെ പാട്ട് പാടി നടക്കുക തന്നെയായിരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ എപ്പോഴും പാട്ട് എന്നുള്ള ഒരു തോട്ട് തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറ്? പാട്ട് എപ്പോഴും ഉണ്ടാവും. പക്ഷെ 24 hours പാടി നടക്കുക അങ്ങനെയുള്ളവരുണ്ടാവും. ഞാന് കേൾക്കും കുറേ പാട്ട്. ഇപ്പോൾ കോളേജിലേക്ക് പോവാണെങ്കിലും ഫുൾ ടൈം ഇയർഫോൺ ഉണ്ടാവും. പാട്ടില്ലാണ്ട് പോകാൻ പറ്റില്ല. പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൂളി പാടും, പിന്നെ പ്രാക്ടീസ് ചെയ്യുമല്ലോ. പാട്ട് തന്നെയാണ് എനിക്ക് ഇപ്പോഴാണ്. ഇപ്പം ഇനി എന്തായാലും പാട്ട് തന്നെ. ഇനി കോളേജ് ഡിഗ്രി എന്തായാലും വേണം, പക്ഷെ പാട്ടാണ് എനിക്ക് പോകേണ്ടത്, ഞാൻ ഉറപ്പിച്ചു. പക്ഷെ പാട്ട് തന്നെയാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഇപ്പൊ കോളേജിൽ ഇപ്പൊ കലോത്സവത്തിന്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെ രാവിലെ ഫസ്റ്റ് അവർ എന്തായാലും ക്ലാസ്സിൽ ഇരിക്കണം, സെക്കൻഡ് അവർ ആകുമ്പോൾ കലോത്സവത്തിന്റെ പ്രാക്ടീസിന് വിളിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ പോയി പാട്ട് പാടാനോ. അപ്പൊ മനസ്സിലായോ ഇനിയിപ്പോ പാട്ട് എന്താണ് ഞാൻ വിടൂല, പാട്ട് തന്നെയായിരിക്കുന്നില്ല. ഇനി പാട്ടല്ലാതെ മറ്റെന്തെങ്കിലും ഹോബീസ് ഉണ്ടോ ദേവുട്ടിക്ക്? പാട്ടല്ലാണ്ട് പണ്ട് ഞാൻ ഡ്രോയിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പണ്ട് ഡ്രോയിങ് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇപ്പൊ കോളേജിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിന് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ചെയ്ത്. ഭയങ്കര കഴിവെന്നല്ല, എല്ലാം ഇഷ്ടമാണ് ചെയ്യാൻ. അതെ. അല്ല, എനിക്ക് തോന്നുന്നു ഡാൻസ് ആയാലും ഒരു പാട്ടുണ്ടല്ലോ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അത് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്തൊക്കെ. ദേവുട്ടിയുടെ ഇപ്പത്തെ കുറെ പുതിയ ട്രെൻഡിങ് പാട്ടുകളൊക്കെ നമ്മളെപ്പോഴും കാണാറില്ല. റിയാലിറ്റി ഷോയിൽ കാണുന്ന സമയത്തൊക്കെ പഴയ പാട്ടുകൾ തന്നെ എപ്പോഴും കാണാറില്ല. പക്ഷെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുന്ന സമയത്ത് ഫുള്ളും ട്രെൻഡിങ് സോങ്സ് ആണ്. ആ ഒരു +1 +2 ടൈം ഞാൻ സോഷ്യൽ മീഡിയയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു ടൈമിൽ എല്ലാരും റീൽസിലൊക്കെ കാണുന്ന പാട്ട് പാടുന്ന കുട്ടിയല്ലേ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും പാട്ട് പാടിയാലോ? സോഷ്യൽ മീഡിയയിലൊക്കെ പാടാറുള്ള പേമാരി ഇവനായേ തായപ്പോൾ പിടയ് പോയോർ ഒരയല്ലാമേ നീ വേഗം തിരികെ തായേൻ പുറപ്പെടുന്നേ നോവിൻ ചെരിവിൽ നിന്നേ ചോര പുറപ്പെടുന്നേ.